ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. തനിച്ചു താമസിക്കുന്ന വയോധികയെ കഴുത്തിന് കുത്തിപ്പിടിച്ചു വീഴ്ത്തി വധഭീഷണി മുഴക്കുകയും വലിച്ചിഴച്ച് സമീപത്തെ വയലിൽ തള്ളുകയും ചെയ്ത യുവാവിനെതിരെ കേസെടുക്കാൻ പാനൂർ പോലീസ് വിമുഖത കാട്ടിയെന്ന് പരാതി. കയ്യേറ്റത്തിനിരയായ മൊകേരി വള്ളങ്ങാട്ടെ കൊയത്തിൽ സൗദാമിനിയും ബന്ധുക്കളും തലശ്ശേരി പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് പോലീസിനെതിരെ ആരോപണമുന്നയിച്ചത്. പ്രതികൾക്ക് തക്കതായ ശിക്ഷ ഉറപ്പുവരുത്താൻ പോലീസ് നടപടിയെടുക്കണമെന്നും സൗദാമിനി ആവശ്യപ്പെട്ടു. 25-ന് സംഭവം നടന്ന മൊഴി കൊടുത്ത പാനൂർ പോലീസ് സ്റ്റേഷനിൽ 26-ാം തീയതി രാത്രി ആന്റി കറപ്ഷൻ മിഷന്റെ നേതാക്കന്മാർ പോലീസ് മേധാവികളെ ബന്ധപ്പെട്ടപ്പോഴാണ് 26-ാം തീയതി പുലർച്ചക്ക് FIR രക്ഷപ്പെടുന്നു. ആ FIR പോലും ഒരു പിടിവലിയുടെ സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ശേഷം ജാമ്യം കിട്ടുന്ന ഇതിലാണ് ഇപ്പോഴും ആ പാനൂർ പോലീസ് FIR പോലും രക്ഷപ്പെട്ടുള്ളത്. ഒരു അമ്മ രാത്രി കടന്നുറങ്ങുന്ന അമ്മ ആദ്യത്തെ ഇതെല്ലാം ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നീതി കിട്ടാത്ത നിലയിലേക്ക് ഇവിടുത്തെ MP തലശ്ശേരിയിൽ MP ഉണ്ട്, ആ വടകരയിൽ MP ഉണ്ട്. ആ വടകരയുടെ MP പറയുമ്പോൾ ഞങ്ങൾ FIR ഇടില്ല, ഞങ്ങൾ ആ MP പറയുന്നത് അനുസരിച്ചിട്ടാണ് ഞങ്ങൾ പോലീസ് നിയമം എടുക്കുക. ഈ നീതി നിഷേധിക്കപ്പെടുന്ന അമ്മക്ക് നീതി നിഷേധിക്കപ്പെടുന്ന നിലപാടിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് ശരിയല്ല. ഇവിടെ രാഷ്ട്രീയമോ ഒന്നും ഇതിന് പാടില്ല. നമുക്ക് നീതി കിട്ടണം. നമുക്ക് കൃത്യമായി തന്നെ മൊഴിയെടുത്ത് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ FIR വീണ്ടും പരിശോധനക്കാരെ FIR കൂടിച്ചേർക്കണം. ഇക്കഴിഞ്ഞ 25-ന് വൈകിട്ടാണ് സ്വന്തം വീട്ടുകിണറിനടുത്ത് വെച്ച് അയൽക്കാരനായ പ്രതിയും ഭാര്യയും ചേർന്ന് തന്നെ ക്രൂരമായി ആക്രമിച്ചതെന്ന് 62-കാരിയായ സൗദാമിനി പറഞ്ഞു. തൊഴിലുറപ്പ് ജോലി ചെയ്ത് സ്വരുക്കൂട്ടിയ പണവും വീടിന്റെ ആധാരവും ഇയാൾ വീട്ടിൽ കയറി അപഹരിച്ചു. അക്രമത്തിൽ ഇടുപ്പിന് പരിക്കേറ്റ് നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പാനൂർ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇവിടെ നിന്നും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പാനൂർ പോലീസിലെത്തി മൊഴി നൽകി. എന്നാൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല. പ്രതിയുടെ സ്വാധീനവും രാഷ്ട്രീയ ബന്ധങ്ങളുമാണ് ഇതിന് കാരണമെന്ന് സൗദാമിനി പറയുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വെള്ളം വലിക്കാം, നേരമായി കുടിച്ചിട്ടോ എങ്ങനെയൊന്നും അറിയില്ല. എൻ്റെ കേട്ടിൻ്റെ അടുത്ത് വന്ന് കാറിന് ഓളും വന്നേരം രണ്ടാളും കൂടി എന്നെ അടിച്ച് എന്നെ വലിച്ച് കേട്ടിൻ്റെ അടുത്ത് ഒന്നുകളി പിന്നാന്ന് പറഞ്ഞിട്ട് കേട്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അതിലും അത് കഴിഞ്ഞതിന് ശേഷം ഓനെന്ത് എന്നെ എൻ്റെ മൂത്രമൊഴിച്ച് എൻ്റെ മുമ്പിൽ നിന്ന് മൂത്രമൊഴിച്ചാൽ ഞാൻ ഇങ്ങനത്തെ പണി എടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഓൻ അപ്പാടെ എന്നെ വന്ന് പാഞ്ഞടിച്ച് ഓളും വന്ന് കളന്നറെടുത്ത് കൊണ്ടുവന്നിട്ട് ഓൻ എന്നെ എറിഞ്ഞ് എൻ്റെ വിരക്ക്. ഓൻ എൻ്റെ പുരേൻ്റെ അകത്ത് വാതിൽ തുറന്നിട്ട് എൻ്റെ ആധാർ എടുത്ത് എൻ്റെ പൈസ എടുത്ത് ഇങ്ങനത്തെ എല്ലാ പണിയും ഓൻ അറിഞ്ഞ് ചെയ്ത്. ഇപ്പോൾ ഓൻ എന്നോട് പറയും ഇനി അധികം പറഞ്ഞ് എന്നെ കൊന്നുകളിയുന്നു. വിവരമറിഞ്ഞ് ഇന്ത്യൻ ആന്റി കറപ്ഷൻ മിഷൻ ഭാരവാഹികൾ ഇടപെട്ടതിനാൽ പിറ്റേ ദിവസം നിസാര വകുപ്പിൽ കേസെടുക്കുകയായിരുന്നുവെന്നും ഇവർ പറഞ്ഞു. ഇ മനീഷ്, KM നീരജ്, KP വിനീഷ്, P വിനീഷ്, MM രാഗിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.